ഇനി കൊല്ലത്തേക്കാണ്. കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുകയാണ് കൊല്ലത്തും. നിരവധി വിഷയങ്ങൾ, വികസന വിഷയങ്ങളടക്കം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കൊല്ലത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ ഭരണവും ജില്ലാ പഞ്ചായത്തും ഒക്കെ ആര് നേടും എന്നറിയാനുള്ള ആകാംക്ഷ അത് ജനങ്ങൾക്കുമുണ്ട്. എന്തായാലും കൊല്ലത്ത് കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് നേതാക്കൾക്കും ജനങ്ങൾക്കുമൊക്കെ പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. കൊല്ലം കോർപ്പറേഷനിലെ ഉളിയക്കോവിൽ ഈസ്റ്റ് വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ CPM-ന് വേണ്ടി മത്സരിക്കുന്നത് മുൻ മേയറായിട്ടുള്ള P. രാജേന്ദ്ര ബാബുവാണ്. വളരെ വാശിയേറിയ മത്സരം ഇത്തവണയും ഉണ്ട്. വിജയപ്രതീക്ഷ തന്നെയാണ്. വാശിയേറിയ മത്സരമൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ സ്ഥിരം സീറ്റാണിത്. ഉളിയക്കോവിൽ ഡിവിഷനില് എപ്പോഴും നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഡിവിഷനാണ് ഉളിയക്കോവിൽ ഈസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു വാശിയേറിയ മത്സരമൊന്നുമില്ല. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഇതിലേക്ക് കഴിഞ്ഞതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെ പ്രവർത്തകർ ആവേശകരമായി വർക്ക് ചെയ്യുന്നത്. 2-3 ആഴ്ചത്തെ പ്രചരണം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. പ്രവർത്തകർ ആവേശത്തിലാണ്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിനായിരുന്നല്ലോ നേരത്തെ വന്നപ്പോഴും. അതെ, വീടുകൾ കയറിയുള്ള പ്രവർത്തനം. പിന്നെ ഇപ്പം ഈ വ്യക്തികളെ കണ്ട് വോട്ട് വയ്ക്കുന്ന ഒരു പ്രവർത്തനമായി നിൽക്കുകയാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചിട്ടയായിട്ട് അടുക്കോടുകൂടി എല്ലാ പ്രവർത്തകരും മുഴുവൻ പ്രവർത്തകരും സജീവമായി രംഗത്തുള്ളൂ എന്നുള്ളതാണ്. LDF പ്രവർത്തകരും നേതാക്കളും എല്ലാം ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകും, അതിന് കുറെ പോസിറ്റീവ് ഘടകങ്ങൾ. എന്താണ് ഉളിയക്കോവിലിനെ സംബന്ധിച്ച് ആ ഒരു പോസിറ്റീവ് കാര്യം? ഉളിയക്കോവിലിനെ സംബന്ധിച്ച് നമ്മൾ ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷനിൽ നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും നഗരസഭ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായി നടപ്പിലാക്കിയ ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും LDF-നെ വിജയിപ്പിക്കാനുള്ള നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും അത് തന്നെയാണ് പ്രതീക്ഷ. അതെ, ഉറപ്പാണ്. അതായത് ഇപ്പം ബാബു പറഞ്ഞ വികസനം എന്ന് പറഞ്ഞത്, വികസനം എന്ന് വെച്ചാൽ ഈ ബാബു ചെയ്തിട്ടുള്ള ഒരു വികസനം ഉളിയക്കോവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറയാവുന്നത്, തൊട്ടടുത്ത് നമ്മൾ ശിശു സംരക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും നമ്പർ 1 പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ദിവസേന ഒരു 10-200 പേര് ഇവിടെ വരും. ലാബ് സൗകര്യം എല്ലാം ഉണ്ട്. ഇതൊരു മാറ്റമാണ്. അതേ കണക്ക് തന്നെ പുന്നമുട്ടിൽ നിന്ന് അങ്ങോട്ട് നടക്കുന്ന റോഡ് വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷത്തിന് മുമ്പ് എപ്പോഴും ചെളിക്കുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ജനങ്ങൾ കണ്ടു വോട്ടായി ഉറപ്പാണ് ജയിച്ചിരിക്കും. അപ്പോ അവസാനവട്ട പ്രചരണത്തിൽ പല സ്ക്വാഡുകളായി തിരിഞ്ഞുള്ള വർക്കായതുകൊണ്ടാണ് ഇദ്ദേഹവും വളരെ വേഗത്തിൽ ഓടി ഇവിടേക്ക് വന്നത്. എന്തായാലും കൊല്ലം കോർപ്പറേഷനിലെ മുൻ മേയറായിരുന്നു, വീണ്ടും മത്സരിക്കുന്നു. ഒരുപക്ഷെ ആ സ്ഥാനത്തേക്ക് വീണ്ടും കണ്ടുകൂടായികയുമില്ല. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ.